നമ്മുടെ ദൗത്യം എന്ത് എന്നത് നമ്മുടേതായി യാതൊന്നുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിലൂടെ, സ്നേഹത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഈ ലോകത്ത് വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. ആ ദൗത്യ നിർവഹണത്തിന്റെ വിജയം നമുക്ക് പരിധി വെക്കാനാകാത്ത വിജയവും അതേപോലെ തന്നെ ആഹ്ലാദം നൽകുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ 9-ാം അധ്യായത്തിലെ 111-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ ധനവും അവരുടെ ശരീരവും വിലക്ക് വാങ്ങിയിരിക്കുന്നു. പടച്ചോൻ നമ്മളിൽ നിന്ന് കച്ചവടം ചെയ്തിരിക്കുകയാണ്. ബിഅന്ന ലഹുമുൽ ജന്ന, പകരം അവർക്ക് സ്വർഗമുണ്ടായിരിക്കും എന്ന കണ്ടീഷനിൽ. നമുക്ക് ആത്യന്തികമായ വിജയം നൽകാം. നമ്മുടെ ശരീരവും റബ്ബിന് കൊടുക്കണം, നമ്മുടെ ധനവും റബ്ബിന് കൊടുക്കണം. അവർ ചെയ്യുന്ന പ്രത്യേകത എന്താ? യുഖാത്തിലൂന ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ധർമ്മ സമരം നടത്തുന്നു, ത്യാഗ പരിശ്രമങ്ങൾ നടത്തുന്നു. ഇവിടെ യുദ്ധമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ആയുധം എടുത്തുകൊണ്ടുള്ള യുദ്ധമല്ല, മറിച്ച് ആദർശ പ്രബോധനമാണ് നമ്മുടെ നാട്ടിൽ ആവശ്യം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ വാഗ്ദാനം ഖുർആനിൽ മാത്രമല്ല, തൗറാത്തിലുണ്ട്, ഇൻജീലിലുമുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ കരാർ നിർവഹിക്കുന്നവൻ ആരാണുള്ളത്? നിങ്ങളുടെ ശരീരവും സമ്പത്തും അള്ളാഹുവിന് നൽകുക വഴി നിങ്ങൾക്ക് പകരം സ്വർഗമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? ഏതെങ്കിലും പ്രകടന പത്രിക ഇറക്കിയിട്ട് അത് നടപ്പാക്കാത്ത പൊതുവെ കാണുന്ന നമ്മുടെ നാട്ടിലെ രീതിയിലെ ചെറിയ തലമല്ല, മറിച്ച് ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച ഉറക്കമില്ലാത്ത സർവശക്തനായ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ കരാറ് പാലിക്കുന്നവനായി ആരാണുള്ളത്? അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വിജയം, വദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും വലിയ വിജയം. ആ വിജയം നേടിയെടുക്കുക എന്നതാണ് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. നമ്മുടെ ശരീരം അള്ളാഹുവിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശരീരം മുഖേന ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് അതിന്റെ വിശദീകരണം. നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ സമ്പത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കരുത് എന്നല്ല, മറിച്ച് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാം കലരാൻ പാടില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചായിരിക്കണം നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും നാം ചെലവഴിക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെ നാം അള്ളാഹുവിന് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ധനത്തെയും വിൽക്കാൻ തയ്യാറായാൽ, എന്തിനാണോ ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നത്, എല്ലാവർക്കും ആവശ്യം സഹോദരീ സഹോദരങ്ങളെ പൂർണ്ണ സംതൃപ്തിയാണ്, പൂർണ്ണ സമാധാനമാണ്. അതിവിടെ എന്തു കൊടുത്താലും ലഭ്യമല്ല, ആർക്കും ലഭ്യമല്ല. അതിനുവേണ്ടിയാണ് ആളുകൾ കൃത്രിമത്വങ്ങൾ കാണിക്കുന്നത്, അതിനുവേണ്ടിയാണ് ആളുകൾ തെറ്റുകൾ ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള അബദ്ധങ്ങളിലേക്കും ഇത്തിരി സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ആ യഥാർത്ഥ ശാന്തിയും സമാധാനവും നിത്യമായി നാം നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടേതല്ലാത്ത നിങ്ങളുടെ ശരീരം, നിങ്ങളിലേക്ക് എത്തിപ്പെട്ട നിങ്ങളുടെ സമ്പത്ത്, അത് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് പോലെ അവന്റെ തൃപ്തിക്കനുസരിച്ച് മുന്നോട്ട് ആ ശരീരം, അതിന് ശരീരം വിവാഹത്തിലേക്ക് എത്താം. ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്ന വിവാഹം, ആ വിവാഹ ജീവിതം അനുവദിച്ചു. ശരീരം പടച്ചോന് വിറ്റതല്ലേ, അതുകൊണ്ട് വിവാഹം പാടില്ല എന്ന പ്രകൃതി വിരുദ്ധ നിലപാടല്ല. ആ വിവാഹ ജീവിതത്തെ അള്ളാഹു പരലോകത്തേക്കുള്ള വൈവാഹിക ബന്ധം പോലും, ലൈംഗിക ബന്ധം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമാക്കി നിശ്ചയിച്ചു. അത്ഭുതകരമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ. അങ്ങനെ നമ്മുടെ സമ്പത്തും ശരീരവും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വിറ്റ് കഴിഞ്ഞവരുടെ 8 പ്രത്യേകതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ തൊട്ടടുത്ത ആയത്തിൽ അഥവാ 112-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ 8 പ്രത്യേകതകൾ സഹോദരീ സഹോദരന്മാർ ഒരു പരീക്ഷ പോലെ നമ്മൾ ഓരോരുത്തരും വെറുതെ വെള്ളിയാഴ്ചയാണെന്ന് കരുതി ഒന്ന് ജുമയ്ക്ക് പോയേക്കാമെന്ന് കരുതി അല്ലല്ലോ, മറിച്ച് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ
ഏറ്റവും മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. ഒട്ടേറെ സുന്നത്തുകൾ ഈ ദിവസം നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രധാനമാണ് ഒരു ഉത്ബോധനം കേൾക്കുക എന്നത്. ആ ഉത്ബോധനം മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ അടുത്ത ഒരാഴ്ച കാലത്തേക്കുള്ള ഇന്ധനമായി, മനസ്സിന്റെ ഇന്ധനമായി അത് തന്നെ മതിയായിരുന്നു. കാരണം ഉത്ബോധിപ്പിക്കുന്നത് പത്രം വായിച്ചിട്ടല്ല, തത്വചിന്തകളല്ല, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാം, അതിന്റെ വിശദീകരണമായ വഹി തന്നെയായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അത് രണ്ടുമാണ് ഉത്ബോധനത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. ആ 8 പ്രത്യേകതകളിൽ ഒന്ന് അത്തായിബൂൻ, സ്വർഗത്തിൽ പോകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനമായി നൽകിയിട്ടുള്ള ആളുകളുടെ ഒന്നാമത്തെ പ്രത്യേകത അത്തായിബൂൻ, അവർ പശ്ചാത്തപിക്കുന്നവരാണ്. സഹോദരന്മാരെ, ഈ ഒന്നാമത് പറഞ്ഞ പ്രത്യേകത നമുക്ക് തുടക്കം തന്നെ അത്തായിബൂൻ. കാരണം മനുഷ്യൻ തിന്മ ചെയ്യാനുള്ള സാധ്യതകളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. ആദം സന്തതികൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ അബദ്ധം പറ്റുന്നവരിൽ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. ഈ ഒരു സ്വഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടോ നാം ചിന്തിക്കുക. അഥവാ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പടച്ചവനെ പൊറുക്കേണമേ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടോ? എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ആ ദിവസം പൂർത്തിയാകും മുമ്പ് 100 പ്രാവശ്യം പറയാൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, ഞാൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു, ഞാൻ അവനിലേക്ക് പാപമോചനം തേടുന്നു എന്ന് എല്ലാ ദിവസവും 100 പ്രാവശ്യം, എല്ലാ ദിവസവും 100 പ്രാവശ്യം. 100 പ്രാവശ്യമോ? അതെ, അത് നിർദ്ദേശിച്ചത് ആരാണോ ആ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം, മറ്റു റിപ്പോർട്ടിൽ 70 തവണ അല്ലാഹുവോട് പശ്ചാത്തപിക്കുമായിരുന്നു. ഇനി ഈ പറഞ്ഞ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, അത് 100 പ്രാവശ്യം പറയാനൊക്കെ കഴിയുമോ എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നാളെ പ്രഭാതത്തിൽ വാച്ചിലേക്ക് നോക്കിയിട്ട് തുടങ്ങുക അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി. 100 പ്രാവശ്യം പൂർത്തിയാകുമ്പോൾ എത്ര മിനിറ്റായി എന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. നന്മകൾ ചെയ്യുന്നിടത്ത് പിശാച് ഭാരമായി തോന്നിപ്പിക്കുന്നു. 100 പ്രാവശ്യമോ? അതൊക്കെ കഴിയുമോ? സഹോദരങ്ങളെ, മിനിറ്റുകൾ മതി. നമ്മൾ എല്ലാ ദിവസവും സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ 33 പ്രാവശ്യം പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് 5 നമസ്കാരത്തിലും പൂർത്തിയാക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാകണം. അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന, അള്ളാഹുവോട് പശ്ചാത്തപിച്ചു മടങ്ങുന്ന ഒരു സ്വഭാവം. 51 അധ്യായം സൂറത്ത് ദാരിയാത്തിലെ 18ാമത്തെ ആയത്തിൽ സ്വർഗവാസികളുടെ പ്രത്യേകതയെ അള്ളാഹു പറയുന്നു, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അതെ, അസ്ഹാറിന്റെ സമയത്ത്, ഇന്ന ഫിസ്സുഹൂരി ബറക, നമ്മൾ നോമ്പിനൊക്കെ കേൾക്കാറുണ്ട്, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അത്താഴം കഴിക്കുന്ന സമയം, അത്താഴം കഴിക്കുന്ന സമയം, സുബഹിക്ക് മുമ്പുള്ള, ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് 3:30 മണിക്കൊക്കെ ശേഷമുള്ള സമയം, ആ സമയത്ത് ഹും അവർ യസ്തഗ്ഫിറൂൻ, കോരിച്ചൊരിയുന്ന മഴ പുറത്തു പെയ്യുമ്പോൾ അവർ എഴുന്നേറ്റിരിക്കുന്നു. എന്തേ അവർ എഴുന്നേൽക്കാൻ? അവർ വിഡ്ഢികളല്ല. അവർക്കറിയാം മരണമുണ്ട്, മരണാനന്തരം ജീവിതമുണ്ട്. ആ മരണമുണ്ട്, മരണാനന്തരം ജീവിതമുണ്ട്, ഖബറുണ്ട്. പടച്ചോനെ, അവിടെ ഞാൻ മാത്രമല്ലേ ഉണ്ടാകൂ എന്ന ചിന്തയിൽ നിന്ന് അവർ എഴുന്നേൽക്കുന്നു. അവർ ശുദ്ധിയാകുന്നു, മുസല്ലയിലേക്ക് പോകുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ആരുണ്ട് ചോദിക്കാൻ, ഞാൻ ഉത്തരം ചെയ്യാൻ തയ്യാറാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സന്ദർഭം അതാണ്. തഹജ്ജുദ്, ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ തഹജ്ജുദായി, ഇശാക്ക് ശേഷം നമസ്കരിക്കുമ്പോൾ ഖിയാമുൽ ലൈലായി, ഒറ്റയാക്കി നമസ്കരിക്കൊണ്ട് വിത്റായി, റമളാൻ മാസത്തിൽ വിശ്രമിച്ച് നിസ്കരിക്കൊണ്ട് തറാവീഹായി, എല്ലാം ഒന്നു തന്നെ. അതുകൊണ്ട് നമുക്ക് കഴിയുമോ? നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അത്തായിബൂൻ, തൗബ ചെയ്യുന്നവർ. എന്റെ ഹബീബ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവനേക്കാൾ നാം സ്നേഹിക്കേണ്ടുന്ന മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നമസ്കാരം നമുക്ക് ളുഹർ പോലെ അസ്ർ പോലെ നിർബന്ധമാണ്. റസൂലുള്ളാഹിക്ക് നിർബന്ധമാണ് രാത്രി നമസ്കാരം. ഞാൻ ഷഹാദത്ത് പറയുന്ന റസൂലുള്ളാഹിക്ക് നിർബന്ധമായ ഒരു കാര്യം, ഒരു 3, 5, 7 ഇൻഷാ അല്ലാഹ്
എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി ഉണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ തൗബ അള്ളാഹുവോട് തൗബ തേടുക, പശ്ചാത്തപിക്കുക. കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും എല്ലാ രംഗത്തും തിന്മകൾ ധാരാളമായി വന്നു പോകുന്നവരാണ് നമ്മൾ. ചിലരൊക്കെ നന്മകൾ നോട്ട് ചെയ്യാൻ മെഷീനുമായി നടക്കും. ടിക് 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 എന്ന് നമുക്കറിയണം. 100-ൽ കൂടുതൽ തവണ ഒരു ദിക്റും, എണ്ണം പിടിക്കാൻ പറഞ്ഞ ഒരു ദിക്റും 100-ൽ കൂടുതലായി ഹദീസിൽ കാണാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു ടിക്ക് നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ മുതൽ ഒരു മെഷീൻ നമ്മുടെ കയ്യിൽ, നമ്മൾ തെറ്റായ സ്ഥലത്ത് നോക്കിപ്പോയി ടിക്, നമ്മൾ ചീത്ത ചിന്തിച്ചു പോയി ടിക്. അങ്ങനെ തിന്മകൾ എണ്ണം പിടിക്കാനായി ഇസ്ലാം പഠിപ്പിക്കും. നന്മ പടച്ചോൻ എണ്ണം പിടിച്ചോളൂ. നിങ്ങൾ ഇഷ്ടം പോലെ ദിക്റ് പറഞ്ഞോളൂ, ഒക്കെ പടച്ചോന്റെ കണക്കിലുണ്ട്. നിങ്ങൾ എണ്ണം പിടിക്കേണ്ടത് തിന്മക്കാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്നു പോകുന്ന തിന്മകൾ ധാരാളമാണ്. ആ തിന്മകളിൽ നിന്നുള്ള പശ്ചാത്താപം ജീവിതത്തിന്റെ ഭാഗമായി സഹോദരീ സഹോദരന്മാരെ, സ്വർഗത്തിൽ പോകുന്ന, ശരീരവും സമ്പത്തും അള്ളാഹുവിന് വിറ്റവരുടെ പ്രത്യേകതയായി ഖുർആൻ പറയുന്ന അത്തായിബൂൻ, പശ്ചാത്തപിച്ചു മടങ്ങുന്നവർ. ഉടൻ അള്ളാഹു പറയുന്നു അടുത്ത പ്രത്യേകത അൽ ആബിദൂൻ, അതെ, ആരാധനയിൽ ഏർപ്പെടുന്നവർ. ഭയങ്കര ഇഷ്ടം, ഇബാദത്തിനോട് എന്തെന്നില്ലാത്ത താല്പര്യം ആ മനസ്സ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇബാദത്തിനോട് വിരക്തി. ഇനി ലോഹർ നിസ്കരിക്കണമല്ലോ, ഇനി ഒരു അസർ ഉണ്ടല്ലോ, ഇനി ഒരു എഷ ഉണ്ടല്ലോ, ഒരു 10 ചാക്ക് തലയിൽ ഇറക്കി വെക്കുന്നത് പോലെയുള്ള ഭാരം അനുഭവപ്പെടൽ നല്ല സ്വഭാവമല്ല. പടച്ചോനെ, ഇനി ഒരു എഷയുണ്ടല്ലോ, എന്റെ റബ്ബിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് റുകൂയിൽ നിന്നുകൊണ്ട് എന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ പറയാനുള്ള സമയം വരാനുണ്ടല്ലോ. എന്റെ റബ്ബിന്റെ മുമ്പിൽ 8 അവയവങ്ങളും നിലത്ത് വെച്ച് പടച്ചോനെ എന്ന് പറയാനുള്ള ആ മുനാജാത്തിന്റെ അഭിമുഖ സംഭാഷണത്തിന്റെ സമയം വരാനുണ്ടല്ലോ എന്ന സന്തോഷമാണ്. സഹോദരീ സഹോദരങ്ങളെ, നമസ്കാരമടക്കമുള്ള ഇബാദത്തുകൾ സംബന്ധിച്ച് നമ്മുടെ മൈൻഡ് സെറ്റപ്പ് അങ്ങനെയായിരിക്കണം. സന്തോഷം. അൽഹംദുലില്ലാഹ്, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഇന്ന് ജുമയ്ക്ക് പോകാമല്ലോ, ജുമ കഴിയുമ്പോ അൽഹംദുലില്ലാഹ് ഇനി അസർ വരാനുണ്ടല്ലോ. അങ്ങനെ ഇബാദത്തുകളോടുള്ള താല്പര്യം, അങ്ങനെ നമസ്കാരമടക്കമുള്ള ഇബാദത്തുകൾ ധാരാളമായി നിർവഹിക്കുക, ആബിദായി മാറുക. അപ്പോൾ ഒന്ന് തൗബ നമ്മളിൽ ഉണ്ടാകണം, മറ്റ് നമ്മൾ ആബിദായി മാറണം. മൂന്നാമത്തത് അൽ ഹമിദൂൻ, സ്തുതികീർത്തനം ചെയ്യുന്നവർ. അൽഹംദുലില്ലാഹ്, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നുരഞ്ഞു പൊന്തി പുറത്തേക്ക് വരുന്ന അൽഹംദുലില്ലാഹ്. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ 33 തവണ പറയുന്നു. എല്ലാ ഫാത്തിഹയിലും നമ്മൾ പറയുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മോട് പറയാൻ നിർദ്ദേശിക്കപ്പെട്ടു. നന്ദിയുടെ തലയാണ്, നന്ദിയുടെ നേതാവാണ് അൽഹംദുലില്ലാഹ്. നമ്മൾ എന്തിനൊക്കെ അൽഹംദുലില്ലാഹ് പറയണം, ഏതൊക്കെ കാര്യങ്ങൾക്ക് അൽഹംദുലില്ലാഹ് പറയണം. നമ്മുടെ ശരീരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, നടക്കാൻ പ്രയാസമുള്ളവർ, ഇപ്പോൾ പലതരം രോഗം ബാധിച്ചുകൊണ്ട് ആശുപത്രിയിലുള്ളവർ, അൽഹംദുലില്ലാഹ് പടച്ചോനെ ആ കാഴ്ച എനിക്ക് നീ നൽകിയല്ലോ. നമ്മുടെ കാഴ്ചയും നമ്മളും തമ്മിൽ എന്ത് ബന്ധം? നമുക്ക് കേൾവിയുണ്ടാകാൻ നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്തു കേൾവിയില്ലാത്തവരിൽ നിന്ന്? അപ്പോൾ ഹംദ് പറയാൻ നമ്മൾ തീരുമാനിച്ചാൽ എന്തെല്ലാം വിഷയങ്ങൾക്ക് സഹോദരങ്ങളെ നമ്മൾ ഹംദ് പറയും. അതുപോലെ ജീവിതത്തിന്റെ സ്വഭാവമായി അറിയാതെ വന്നു പോകുന്ന അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന ആ ഹംദ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. മറ്റൊന്ന് അസ്സായിഹൂൻ, യാത്രയും മറ്റുമൊക്കെ ചെയ്ത് പ്രയാസം അനുഭവിക്കുന്ന തരത്തിലുള്ള വിശദീകരണമാണ് മുഫസ്സിരീങ്ങൾ നൽകിയത്. എന്നാൽ അവർ കൂടുതൽ മുഫസ്സിരീങ്ങളും പറഞ്ഞത് നോമ്പനുഷ്ഠിക്കുന്നവർ എന്നതാണ്. ഒട്ടേറെ ത്യാഗ പരിശ്രമങ്ങൾ ആവശ്യമുള്ളതാണ്. വെള്ളവും ഭക്ഷണവും ഒക്കെ ഒഴിവാക്കി റബ്ബിന് വേണ്ടി ശരീരത്തെ സമർപ്പിക്കുന്ന സുപ്രധാനമായ ഇബാദത്ത്. ആ നോമ്പ് നമ്മുടെ മനസ്സിൽ വരും. ഞാൻ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ. ആ നോമ്പ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു നോമ്പ്. ദാവൂദ് നബി അലൈഹിസ്സലാം ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ആ ഫർള് നോമ്പിനോടൊപ്പം 6 നോമ്പ് ഒപ്പം തന്നെ വെച്ചു കൊടുത്തു. എല്ലാ തിങ്കളും വ്യാഴവും നോമ്പുണ്ട്. എല്ലാ മാസവും 13ഉം 14ഉം 15ഉം നോമ്പുണ്ട്. മുഹറത്തിൽ 2 നോമ്പ് നിശ്ചയിച്ചു, അറഫ നോമ്പ് നിശ്ചയിച്ചു. ഇങ്ങനെ ധാരാളം സുന്നത്ത് നോമ്പുകളുണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലും ചർച്ച ചെയ്യപ്പെടണം. അതെ, ഞായറാഴ്ച രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നാളെ നമ്മൾ നോമ്പ് നോറ്റാലോ? എവിടെയാ ചർച്ച? ഒന്നിച്ചു ഭക്ഷണം കഴിക്കുമ്പോ
കുടുംബാംഗങ്ങളുടെ മുമ്പിൽ നാളെ നമ്മൾ നോമ്പ് നോറ്റാലോ? നാളെ തിങ്കളാഴ്ചയാണല്ലോ. അള്ളാഹു അത്തരം അവസ്ഥകൾ നമ്മുടെ കുടുംബത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ നോമ്പ് ഇഷ്ടത്തോടെ നോമ്പ് നോൽക്കുക. ഒരു മാസം മുഴുവനും പച്ചവേനലിൽ നോമ്പ് നോറ്റ് നമുക്കാണോ ഈ മഴക്കാലത്ത് ഒരു തിങ്കളാഴ്ച നോമ്പ് നോൽക്കാൻ പ്രയാസം, ഒരു വ്യാഴാഴ്ച നോമ്പ് നോൽക്കാൻ പ്രയാസം? അപ്പൊ നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. എന്തിന്? എന്റെ ശരീരത്തെ അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു, എന്റെ സമ്പത്തിനെ അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. ആ പടച്ചോൻ ഇഷ്ടാണ്. ഇനി വ്യാഴാഴ്ചയാണെങ്കിലോ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് വ്യാഴം. ഈ വ്യാഴം നോമ്പുകാരനായിക്കൊണ്ടാകട്ടെ, എന്റെ നോമ്പാകുന്ന ഇബാദത്ത് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടട്ടെ. അങ്ങനെ തൃപ്തിയോടുകൂടി നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പറഞ്ഞ മറ്റൊരു പ്രത്യേകത. വീണ്ടും അള്ളാഹു പറയുന്നു, അവർ കുമ്പിടുന്നവരാണ്, അവർ സാഷ്ടാംഗം നടത്തുന്നവരാണ്, റുകൂഉം സുജൂദും വീണ്ടും എടുത്തു പറഞ്ഞു. അപ്പോൾ നമസ്കാരത്തെ നമുക്കറിയാം, ഫർള് നമസ്കാരങ്ങൾ മാത്രമല്ല, ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ ഇതാ കഴിഞ്ഞ ഒരു 11:30 മണി 12 മണിയുടെ ആ സമയത്ത് നമസ്കരിക്കാവുന്ന ളുഹാ നമസ്കാരം, 2 മുതൽ 8 റകഅത്ത് വരെ നമസ്കരിക്കാവുന്ന, സൂര്യൻ ഉദിച്ചു പൊന്തിയതിനു ശേഷം നമസ്കരിക്കാവുന്ന ളുഹാ നമസ്കാരം, ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, എപ്പോൾ പള്ളിയിലേക്ക് വന്നാലും 2 റകഅത്ത് നമസ്കാരം, എപ്പോൾ വുദൂ ചെയ്താലും 2 റകഅത്ത് നമസ്കാരം, രാത്രി ദീർഘമായ സുന്നത്ത് നമസ്കാരം, അങ്ങനെ ധാരാളം നമസ്കാരങ്ങളുണ്ട്. ആ നമസ്കാരങ്ങളെ സുജൂദിൽ കിടക്കാനുള്ള ഇഷ്ടം, റുകൂയിൽ പടച്ചോനെ ഒറ്റൊരുത്തന്റെ മുമ്പിലും ഞാൻ കുനിഞ്ഞു നിൽക്കില്ല, ആരുടെ മുമ്പിലും ഞാൻ സുജൂദ് ചെയ്യില്ല, നിന്റെ മുമ്പിൽ പടച്ചോനെ ഞാനിതാ സുജൂദിൽ കിടക്കുകയാണ്, നീ എന്നെ പരിഗണിക്കണേ റബ്ബേ എന്ന അർത്ഥത്തിൽ റുകൂഉം സുജൂദും ജീവിതത്തിലുള്ള ആളുകൾ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സ്വർഗത്തിൽ പോകുന്നവരുടെ അടുത്ത പ്രത്യേകത ഇതുവരെ നമ്മൾ കണ്ടത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകേണ്ട കാര്യമാണ്. പക്ഷേ സ്വർഗത്തിൽ പോകുന്നവർ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ. ആ സ്വന്തം കാര്യം രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി അവർ മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധിക്കണം. അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുങ്കർ. അവർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യും. അപ്പോൾ ഇതാര് ചെയ്യേണ്ടതാ? ശരീരം അള്ളാഹു വിലക്ക് വാങ്ങിയ, സ്വത്തും ശരീരവും അള്ളാഹു വിലക്ക് വാങ്ങിയ ഓരോ സത്യവിശ്വാസിയും ചെയ്യേണ്ടുന്ന കാര്യത്തിൽ തൗബയോടൊപ്പം, നമസ്കാരത്തോടൊപ്പം, നോമ്പിനോടൊപ്പം, സ്തുതി അള്ളാഹുവിന് ഹംദ് പറയുന്നതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു, അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുങ്കർ. നന്മ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ആ സത്യവിശ്വാസിയിൽ ഉണ്ടാകും. തിന്മയെ തടുക്കുന്ന, തിന്മയെ എതിർക്കുന്ന, തിന്മയെ വെറുക്കുന്ന ഒരു സ്വഭാവം സ്വർഗത്തിൽ പോകുന്ന ആളുടെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടാകും. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി, നമ്മളാകുന്ന വ്യക്തിയിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിന്നുപോയാൽ നാം നശിച്ചു പോകും. നമ്മളാകുന്ന കുടുംബത്തിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിന്നുപോയാൽ ആ കുടുംബം നശിച്ചു പോകും. ഒരു സംശയവും വേണ്ട. നമ്മുടെ വീട്ടിൽ സുന്ദരമായി പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുമ്പോൾ വീട്ടിലെല്ലാവരും യാതൊരു കുറ്റബോധവും ഇല്ലാതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഒരു പ്രശ്നവുമില്ല, പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ ഹറാമുകൾ നടക്കും. ഒരുപക്ഷെ നമ്മുടെ മകനും അവന്റെ കൂട്ടുകാരനും വന്ന് കള്ളു കുടിക്കും നമ്മുടെ വീട്ടിന്റെ മുകളിൽ നിന്ന്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് പോയാൽ അത് കുറച്ച് ഉസ്താദുമാര് ചെയ്യും, കുറച്ച് മൗലവിമാര് ചെയ്യും. അവരൊക്കെ ചെയ്യേണ്ട ബാധ്യത അവർക്കുണ്ട്. എന്നാൽ ഓരോ രക്ഷിതാവിനും ഓരോ സത്യവിശ്വാസിയുടെയും ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്. അവസാനമായി അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കുന്നവരാണവർ. പടച്ചോൻ നമുക്കൊരു കാര്യം നിശ്ചയിച്ചു, ആ കാര്യം എവിടെ വരെ പോകും അത്ര വരെ നമുക്ക് പറ്റും. പടച്ചോൻ നമ്മളോട് വെള്ളം കുടിക്കരുത് പറയാം, വെള്ളം കുടിച്ചോളൂ, കുലു വഷ്റബു, തിന്നോളൂ കുടിച്ചോളൂ, വലാ തുസ്രിഫു, ഇസ്രാഫ് കാണിക്കരുത്. കല്യാണം വരുമ്പോഴേക്കും ഇതൊക്കെ മറന്നുപോയി. വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോഴേക്കും ആയത്തും ഹദീസൊക്കെ 2 ആഴ്ചക്ക് ലീവ്, അത് കഴിഞ്ഞിട്ട് മതി. അല്ല, അവിടെ എൻ്റെ അതിർവരമ്പുകളെ ഞാൻ സൂക്ഷിക്കണം. എങ്ങത്തേക്കൊരു സത്യവിശ്വാസി ഇടപെടുമ്പോഴും റബ്ബ് നിശ്ചയിച്ച അതിർവരമ്പുകൾ എന്താണോ
ആ അതിർവരമ്പിനുള്ളിൽ നിന്നാൽ അതിർവരമ്പുകളില്ലാത്ത ലോകത്തേക്ക്, നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്തേക്ക്, നുസുലം മിൻ ഗഫൂരിർ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമായ റബ്ബിന്റെ വിരുന്ന്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. അതെ, അവരുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നവരുണ്ടാകും. എന്താ മനസ്സ് ആഗ്രഹിക്കുന്നത് അത് പടച്ചോൻ കൊടുക്കും. അവർ പടച്ചോൻ എനിക്കത് വേണം, പടച്ചോൻ എനിക്കത് വേണം, അപ്പൊ അവർക്കത് കൊടുക്കും. അങ്ങനെ നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്തേക്ക് പോകണോ? അല്ല, അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ മരണത്തെ ഒന്ന് തടയൂ. നിങ്ങൾ ഈ പറഞ്ഞ പരലോകമൊന്നുമില്ല, സ്വർഗല്ല നരകല്ല എങ്കിൽ പടച്ചോൻ സൂറത്ത് വാക്യ ചോദിക്കുന്നു, തടയൂ മരണം. നിങ്ങൾ ഈ പറയുന്നതൊന്നും ഇല്ല എന്നത് സത്യമാണെങ്കിൽ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ മരണത്തെ ഒന്ന് തടയൂ. ആ മരണത്തിന്റെ സന്ദർഭം നിങ്ങളുടെ മകൻ മരിക്കുമ്പോ, ഉപ്പ മരിക്കുമ്പോ നിങ്ങൾ അടുത്തില്ലേ? നീ എല്ലാറ്റിനും കഴിവുള്ളവനാണെങ്കിൽ തടയടോ ആ മരണത്തെ. സാധ്യമല്ല. മരണരംഗം വെച്ച് സ്വർഗത്തെ നരകത്തെ ദീനിനെ സത്യപ്പെടുത്തുകയാണ് റബ്ബ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി ഇത് അവസാനിച്ചേ പറ്റും, മരിക്കുന്നു ഉറപ്പാ. ഇതെവിടേക്ക് കൊണ്ടുപോകണമെന്ന് നല്ലോണം തീരുമാനിക്കണം. സൂറത്ത് തൗബയിലെ 111, 112 ആയത്തുകൾ നമുക്കുള്ള അനുഗ്രഹമാണ്. ഈ നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ബശീരിൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സത്യവിശ്വാസികൾക്ക് സുവിശേഷം അറിയിക്കുക. ആ സുവിശേഷം അറിയിക്കുന്നവരിൽ പെടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.